ആഗോള ഭീകരവാദത്തിന്റെ ഈറ്റില്ലമാണ് പാകിസ്ഥാൻ. ഇന്ത്യയെ തറപറ്റിക്കാൻ ഭീകര ക്യാമ്പുകൾ തുറന്ന് അവിടെ മതത്തിന്റെ പേരിൽ കൊല്ലും കൊലയും നടത്തുക എന്നത് പാകിസ്ഥാന്റെ രഹസ്യ ആയുധമാണ്. പഹൽഗാം ആക്രമണവും സിന്ദൂർ ആക്രമണവും ഇന്ത്യയുടെ നട്ടലൊടിക്കാൻ പാകിസ്ഥാൻ നടത്തിയ ഒളിയമ്പുകളായിരുന്നു. പാകിസ്ഥാൻ പഴയ പ്രധാനമന്ത്രി അതായത് നവാസ് ഷെരീഫിന്റെ മകളാണ് ഇപ്പോഴത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസ്. 2012 മറിയത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം. 2024 പൊതു തെരഞ്ഞെടുപ്പിലൂടെ ദേശീയ അസംബ്ലിയിലും പിന്നീട് പഞ്ചാബ് നിയമസഭയിലും എത്തി. പിന്നീട് പഞ്ചാബ് പ്രവിശ്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയെ അരങ്ങേറ്റം കുറിച്ചായിരുന്നു മുന്നേറ്റം. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നവാസ് ഷെരീഫിന്റെ സഹോദരനാണ്. ഭീകരരുടെ രഹസ്യ ആയുധക്കടത്തടക്കം ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ തീവ്രവാദി സംഘടനകൾ ഇന്ത്യയിൽ തലപൊക്കുന്നതും ജമ്മു കാശ്മീരിലെ കാശ്മീരി പണ്ഡിറ്റുകളെ വകവരുത്തി അവിടെ പാകിസ്ഥാൻ എന്ന പേരിൽ ചെറിയ പ്രവിശ്യ തീർക്കാൻ ഒരുമ്പെട്ടതിന് പിന്നിലും മറിയം നവാസിന്റെ കൈകൾ പ്രവർത്തിച്ചിരുന്നു. ഇവരെ സഹായിക്കുന്നതാകട്ടെ ഹരിയാനയിലെ കോൺഗ്രസ് പ്രവർത്തകയും യൂട്യൂബറുമായ ജ്യോതി മൽഹോത്രയും. രാഹുൽ ഗാന്ധിയുടെ കടുത്ത അനുയായിയായി ഹരിയാനയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ജ്യോതി മൽഹോത്ര. എന്നാൽ പിന്നീട് കോൺഗ്രസ് വിടുകയും ജനാധിപത്യത്തിന്റെ ഭാഗമാകാനുള്ള പ്രക്രിയയിൽ കോൺഗ്രസിനൊപ്പം താനില്ലെന്ന് പ്രഖ്യാപിക്കുകയുമായിരുന്നു. തുടർന്ന് ഇന്ത്യയുടെ ആയുധ കരാർ അടക്കം പല രഹസ്യങ്ങളും മറിയം നവാസിന് ചോർത്തി നൽകുന്നത് ജ്യോതി മൽഹോത്രയാണ്. ഇന്ത്യ റഷ്യയുമായി ഒപ്പുവെച്ച ആയുധ കരാർ, ഇന്ത്യ US-ഉമായി ഒപ്പുവെച്ച മിനി വ്യാപാര കരാർ എന്നിവ പാകിസ്ഥാൻ ഒറ്റിയതും ജ്യോതി മൽഹോത്ര എന്ന ഈ ഹരിയാനക്കാരിയായിരുന്നു. പഹൽഗാമിൽ സൈനികരെ വധിക്കാൻ രഹസ്യമായി പാകിസ്ഥാന് സന്ദേശം അയച്ചതിന് പിന്നിലും ജ്യോതി മൽഹോത്രയായിരുന്നു. മറിയം നവാസുമായി ഏറെ അടുപ്പമുള്ള ഇവർ പഹൽഗാമിൽ സൈനികരെ ആരും കണ്ടില്ലെന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചും അനുകൂലിച്ചും യൂട്യൂബിലെത്തി മറിയം നവാസിന്റെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. മാത്രമല്ല പാകിസ്ഥാൻ സൈന്യത്തിനും ഇന്റലിജൻസ് ഏജൻസികൾക്കും വരെ സേനയെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ നൽകിയതായി പറയുന്നു. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിലുള്ള ഡാനിഷുമായി ചേർന്ന് പാകിസ്ഥാനിലെത്തി ഫാത്തിമ എന്ന പേര് സ്വീകരിച്ചായിരുന്നു പിന്നീട് ഇന്ത്യക്കെതിരായ നീക്കം. യാമിൻ മുഹമ്മദ്, അർമാൻ, ബാനു നസ്രീന, മുസാല ഷേഖ് എന്നീ ഭീകരവാദികളോടൊപ്പമായിരുന്നു ഇവർ പാകിസ്ഥാനി ഇന്ത്യക്കെതിരായി നീക്കങ്ങൾ നടത്തിയത്. പിന്നീട് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ തീവ്രവാദികളോടൊപ്പം ചേർന്ന് ജാഫർ എക്സ്പ്രസ് ട്രെയിൻ ഹൈജാക്കിനെ അനുകൂലിച്ച് വീഡിയോകൾ ഒരുക്കി. സൈന്യം, സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 44 പേർ മരണമടഞ്ഞ ഈ ഭീകരവാദ അഴിഞ്ഞാട്ടത്തിന്റെ വീഡിയോ വൈറലാക്കി. പിന്നീട് ഭീകരവാദികളെ അനുകൂലിച്ചും ഇവർ വീഡിയോ പ്രസ്താവനകൾ ഇറക്കി. ഇന്ത്യയിലെ സംഘപരിവാർ അഴിഞ്ഞാട്ടത്തെക്കാൾ ഭേദം എന്നായിരുന്നു അവർ അതിനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങളടക്കം എല്ലാം മറിയം നവാസിന് മെയിൽ സന്ദേശം നൽകിയതിന് പിന്നിലും ജ്യോതി മൽഹോത്രയായിരുന്നു. മാത്രമല്ല ഓരോ തവണയും ഇവർ മോദി സർക്കാരിനെതിരായി വിമർശനങ്ങൾ ഉന്നയിച്ച് വീഡിയോ പ്രചരണം നടത്തിയിരുന്നു. ആഗോള ഭീകരവാദ ക്യാമ്പുകളിൽ ഫാത്തിമ എന്ന പേര് സ്വീകരിച്ച് ഇന്ത്യൻ മിലിറ്ററി സർവീസിന് വരെ പേടിസ്വപ്നമായ ജ്യോതി മൽഹോത്ര ഫാത്തിമ എന്ന പേര് ഇന്ത്യക്ക് ഇന്ന് ഒരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്.